ഞാൻ ഇന്നലെ പറഞ്ഞില്ലിക്കാം, അതൊക്കെ സത്യം എടുക്കാം. നിങ്ങളുടെ ഉമ്മയില്ലേ, നിങ്ങളുടെ ഫോണിന്നേ ആ വീഡിയോ ഡിലീറ്റ് ആക്കിയതേ ഞാൻ തന്നെയാ. പക്ഷെ നിങ്ങൾ ആ വീഡിയോ എടുക്കണമെന്നും ഞാൻ കണ്ടില്ല. മൂർച്ച കൂട്ടണം. നമുക്ക് ഇതുകൊണ്ട് എപ്പോഴാ ആവശ്യം വരും അത് പറയാൻ പറ്റില്ലല്ലോ. ഹലോ മരുമക്കളെ, എന്താ രണ്ടിന്റെ മുഖത്തൊരു വിമ്മിഷ്ടം? നിങ്ങളെ കാണുമ്പോഴേ എന്തോ പോയ അണ്ണാനെ പോലെയുണ്ട്. കൊഴപ്പില്ല, ഇതൊക്കെ തുടക്കമല്ല, പിന്നെ പിന്നെ ഇതൊക്കെ ശീലായിക്കോളും. ഇതാരുടെ ബുദ്ധിയടി? നിങ്ങളൊക്കെ മനസ്സിൽ കാണുമ്പോഴേ ഞാൻ മാനത്ത് കാണും. നിങ്ങളെ പോലെ ഒരു മരുമകൾ തന്നെ ആയിരുന്നടി ഞാനും. അതുകൊണ്ടേ നിങ്ങളൊക്കെ ഏത് വരെ പോകുന്നേ എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ ഫോണിന്നേ ആ വീഡിയോ ഡിലീറ്റ് ആക്കിയതേ ഞാൻ തന്നെയാ. പക്ഷെ നിങ്ങൾ ആ വീഡിയോ എടുക്കണമെന്നും ഞാൻ കണ്ടില്ല കേട്ടോ. അവിടെയൊക്കെ നിങ്ങളുടെ പ്ലാൻ കറക്റ്റ് ആയിരുന്നു. പക്ഷേ ചെറുതായിട്ടൊന്ന് പാടിപ്പോയി. അത് എന്റെ ഭാഗ്യം കൊണ്ട്. പിന്നെ എനിക്ക് സമാധാനം ഉണ്ടാവോ? പിന്നെ വീഡിയോ ഡിലീറ്റ് ആക്കാൻ വേണ്ടിട്ട് നിങ്ങളുടെ ഫോണത്തേക്ക് ലോക്ക് കണ്ടുപിടിക്കാൻ ഞാൻ പെട്ട പാട്. ആരുടെ ബുദ്ധിയാണെങ്കിലും രണ്ടിന്റെ കരണന്നൂറ്റൊന്ന് പൊട്ടിക്കാൻ എനിക്ക് അറിയാത്തോണ്ടല്ല. ഇത് എടുക്കുമ്പോ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലോ രണ്ടിന്റെ ചെവിക്കല്ല് പോഞ്ഞിട്ടുണ്ടാവും. ശൂലങ്ങള് ഇനി ഇങ്ങനത്തെ വല്ല ഊത്ത പ്ലാനും കയ്യിലുണ്ടടി. എന്തിനും പിന്നെ അവൾമാർക്ക് ഉണ്ട് ഒരു കുന്ത്രാണ്ടം മൊബൈൽ ഫോണ്. ആരെങ്കിലും എന്തെങ്കിലും പറയേ ചെയ്താ അപ്പൊ ഇതും പൊക്കി പിടിച്ചോട്ട് വരും. ഇനി മേലാൽ ഈ കുന്ത്രാണ്ടം പൊക്കി പിടിച്ച് എന്റെ 7 അകലത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളിനെയൊക്കെ ഞാൻ അല്ലെങ്കിൽ വേണ്ട, ബാക്കി ഞാൻ അപ്പ തരാം. ഇതിന്റെ പലിശ സഹിതം തരാം. നമ്മൾ വിചാരിച്ച പോലെ അല്ല താത്ത, ഇവരിനെ ഒതുക്കാനേ കുറച്ച് പാടാ. അതെനിക്കറിയാം. അതല്ല ഞാനിങ്ങനെ ഒരു പാവായി പോയത്. ഇവരിനെ ഒതുക്കാനേ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടില്ല. അപ്പൊ ഞാൻ അങ്ങോട്ട് ഒതുങ്ങി. ഇപ്പൊ നമ്മൾ രണ്ടാളുണ്ടല്ലോ, നമുക്ക് നോക്കാം. ഇവരിനങ്ങനെ കെട്ടയച്ചു വിട്ടാലും ശരിയാവില്ല. പിന്നെ നമ്മൾ ഇവര് അടിമയായിട്ട് ഇവിടെ കഴിയേണ്ടി വരും. താത്ത മുട്ട എവിടെ? ഇതായിരിക്കണം. താത്ത ഇത് നോക്ക്. അമ്മായിമ്മയെ വെട്ടിക്കൊന്ന് മരുമകൾ. ഞാൻ വായിച്ചുതരാം. സ്വന്തം വീട്ടിൽ പോവാൻ സമ്മതിക്കാതിരുന്നതിന് അമ്മായിയമ്മയെ വെട്ടിക്കൊന്ന് കഷ്ണങ്ങളാക്കി നുറുക്കി ചാക്കിൽ കെട്ടി പുഴയിലെറിഞ്ഞ മരുമകൾ പോലീസിന് കീഴടങ്ങി. എന്താല താത്ത, ഇപ്പൊ എവിടെ നോക്കിയാലും ഈ കൊല്ലും കൊലയൊക്കെ തന്നെ ഉള്ളൂ. പറഞ്ഞിട്ടും കാര്യമില്ല, ഇപ്പത്തെ ആൾക്കാരുടെ സ്വഭാവം അങ്ങനെയാണേ. ഇപ്പം സ്വന്തം അമ്മായിയമ്മനെ ഇങ്ങനെ വെട്ടി നുറുക്കിയിട്ടൊക്കെ കൊല്ലണമെങ്കിൽ എത്ര മനസ്സ് മുട്ടിയിട്ടായിരിക്കും. കെട്ടിക്കൊണ്ടോട് തൊരൂല്ലെങ്കിൽ ചെയ്യന്നെ. പിന്നെ മരുമക്കളിനെ ദ്രോഹിക്കാൻ വേണ്ടിട്ട് കട്ട കെട്ടി ഇറങ്ങണ കുറെ അമ്മായിമ്മമാരുണ്ട്. അവർക്ക് ഇതൊക്കെ കേൾക്കുമ്പോ ഇതൊരു പാടായിരിക്കും. ആ മടാളെവിടാത്ത
തേങ്ങ പൊതിക്കാനേ. അതൊന്നും എടുക്കാത്ത തേങ്ങ ചിരകിട്ടേ വേഗം അരച്ചു വെക്കട്ടെ, അല്ലെങ്കിൽ ചിലപ്പോ കറണ്ട് പോയാലോ. എന്നാ ഈ മടാളുടെ മൂർച്ചയൊക്കെ പോയില്ലാത്ത ഇതൊന്ന് മൂർച്ച കൂട്ടണം. നമുക്ക് ഇതുകൊണ്ട് എപ്പോഴാ ആവശ്യം വരും അത് പറയാൻ പറ്റില്ലല്ലോ. ഐഷ്താത്തോ, ഐഷ്താത്തോ. ആ ആ എന്താത്ത? ഉമ്മ എവിടെ കുട്ടിയെ? ഉമ്മ കുളിക്കണു. എന്തേ? അതെ, ഒന്നുമില്ല. കുറച്ച് പരിപ്പുണ്ടെങ്കിൽ താ കുട്ടിയെ. റംലത്താത്ത സാമ്പാർ വെക്കാൻ നോക്കിയപ്പോഴേ ഈ പരിപ്പ് കഴിഞ്ഞാക്കണു. ഇപ്പൊ മൂപ്പരിപ്പൊ ചോറ് ഞാൻ വരുവേ, 12 മണിയായില്ലേ. ഇപ്പൊ പോയി വാങ്ങാനൊന്നും സമയവും ഇല്ല. അതിനിപ്പോ എന്താത്ത, കുറച്ച് പരിപ്പല്ലേ ഇവിടെ ഉണ്ട്, ഞാൻ തരാം. നിക്ക്. എന്ത് നല്ല സ്വഭാവമുള്ള പെൺകുട്ടികളാണ്. ഒളിച്ചോടി വന്നാണെങ്കിൽ ഇപ്പൊ എന്താണ്, നല്ല തങ്കം പോലുള്ള 2 മരുമക്കളെ എല്ലാവർക്കും കിട്ടിയത്. ഇതെന്തിനാ പരിപ്പ്? അതാ റംലത്താത്തില്ലേ, അവർക്ക് കുറച്ച് പരിപ്പ് വേണത്രേ, ഇത് അവർക്ക് കൊടുക്കാനാ. നീ ഉമ്മാന്റെ അടുത്ത് ചോദിച്ചാ? ഇല്ല, അതിനുമ്മ കുളിക്കല്ലേ. അവരുടെ അടുത്തൊന്ന് ചോദിച്ചിട്ട് കൊടുക്കായിരുന്നു. അവർക്ക് അങ്ങനെ ഒരു സാധനം ഒരാൾക്കും കൊടുക്കുന്നത് ഇഷ്ടമല്ല. എവിടെന്നെങ്കിലും കിട്ടാൻ എന്തെങ്കിലും വഴിയിട്ടേക്ക് അത് നോക്കും. അതിനിപ്പോ എന്താത്ത, അത് കുറച്ച് പരിപ്പല്ലേ, അവരറിയൊന്നുമില്ല. ആര്? അവരാ? ഇവിടത്തെ ഓരോ അരമണിക്ക് വരെ അവർ കണക്ക് വെച്ചിട്ടുണ്ട്, പിന്നല്ലേ ഈ പരിപ്പ്. എന്തെങ്കിലും ആവട്ടെ. ഞാനാണെങ്കിൽ അവരുടെ അടുത്ത് തരാന്നും പറഞ്ഞു. അവരവിടെ നിൽക്കണ്ടേ, ഞാൻ എന്തായാലും അവർക്ക് കൊടുക്കട്ടെ. ഇക്ക, ഇക്ക, ഇക്ക. എന്താടി തസ്നി, നിനക്ക് ഉറക്കമൊന്നുമില്ലേ? ഒന്ന് ഉറങ്ങടി. എനിക്ക് ഉറക്കം വരുന്നില്ല. എന്നാലേ എനിക്ക് നല്ല ഉറക്കം വരുന്നു. ഇക്ക ഒന്ന് കണ്ണുറക്ക, ഞാൻ പറഞ്ഞൊന്ന് കേക്ക്. ഇവളിനെ കൊണ്ട് നിനക്ക് എന്താ വേണ്ട? ഞാൻ ഇന്നലെ പറഞ്ഞില്ലിക്ക, അതൊക്കെ സത്യണിക്ക. നിങ്ങളുടെ ഉമ്മയില്ലേ, നീ നിർത്തിക്കോ. വെറുതെ എന്റെ ഉമ്മാനെ നീ അതൊന്നും പറയാൻ നിൽക്കണ്ട. അങ്ങനെയല്ല ഇക്ക, ഞാൻ പറഞ്ഞൊന്ന് കേക്ക്. ഞാനും താത്തയും കൂടി ഫോണില് വീഡിയോ എടുത്തതാണ്. അതില് നിങ്ങളുടെ ഉമ്മ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞതും കാട്ടിയതും എല്ലാം ഉണ്ട്. അത്രയും കഷ്ടപ്പെട്ടിട്ടാ ഞങ്ങൾ അത് എടുത്തത്. എന്നിട്ട് ഞങ്ങളൊന്നും കാണാണ്ട് ഞങ്ങളുടെ ഫോൺ എടുത്തിട്ട് നിങ്ങളുടെ ഉമ്മ അത് ഡിലീറ്റ് ആക്കിയത് തന്നെ. നിന്നോടല്ലേ തസ്നി ഞാൻ ഇതിനെ കുറിച്ച് ഇനി ഒന്നും പറയണ്ട പറഞ്ഞു. എനിക്ക് നാളെ രാവിലെ നേരത്തെ വർക്കിന് പോകേണ്ടതാ, എനിക്ക് ഉറങ്ങണം. നീയും കിടന്നുറങ്ങിക്കോ. ഇനി എന്തെങ്കിലും പറയാണ്ടെങ്കിലേ നാളെ രാവിലെ പറയാം. അത് വരുന്നു. തസ്നി, എന്റെ നീല ഷർട്ടില്ലേ, അതും കൂടി എടുക്ക്. നാളേക്ക് എത്തുവക്ക? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ 2 ദിവസം കഴിയുന്നു. അത് അർജന്റ് വർക്കാണ്. അപ്പൊ 2 ദിവസം അവനോട് ഉണ്ടാവില്ല. ശരി എന്നാ, ഞാൻ ഇറങ്ങട്ടെ.
ഉമ്മ ഞാൻ ഇറങ്ങാം കേട്ടോ, 2 ദിവസം കഴിയും വരാൻ. അതെന്താ മോനെ 2 ദിവസം? നീയല്ലേ ഇന്നലെ പറഞ്ഞ നാളെ വരുന്ന്? ആ അത് എന്റെ കൂടെ വേറെ 4 പേര് കൂടി ഉണ്ട്. അപ്പൊ അതിലത്തെ ഒരാൾക്ക് വരാൻ പറ്റില്ല അത്ര. അപ്പൊ അതുകൊണ്ട് ആ വർക്ക് വിചാരിച്ച പോലെ കഴിയില്ലേ, 2 ദിവസം പിടിക്കും. ഓ ശരി, എന്നാ നോക്കി പോട്ടെ മോനെ. തസ്നി ശരി എന്നാ. അപ്പൊ 2 ദിവസം എനിക്ക് കുശാൽ. നിങ്ങൾ രണ്ടെണ്ണത്തിനെയും മൂക്കുകൊണ്ട് ഇക്ഷ ഇന്നാന്ന് ഞാൻ വരപ്പിക്കും. എന്തായാലും നോക്കണ് ഉണ്ടാക്കണ്ണി, പോയി എനിക്ക് കുളിക്കാനുള്ള വെള്ളം ചൂടാക്കടി. അവളെന്നെ നോക്കി പഠിപ്പിക്കണം.